ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബ് ക്രിയയുടെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാസ്റ്റ് ഫോമിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ പാസ്റ്റ് ഫോമിൽ നമ്മൾ കാണുകയുണ്ടായി, ഇതിന് രണ്ട് രൂപങ്ങളുണ്ട്, സിംഗുലറും പ്ലൂറലും ഉണ്ട്. ഈ വെർബിന് മാത്രമേ ഇംഗ്ലീഷിൽ ഇങ്ങനെ പാസ്റ്റ് ഫോമിൽ സിംഗുലറും പ്ലൂറലും ഉള്ളൂ. മറ്റെല്ലാ വെർബ്സിനും ഒരു രൂപം മാത്രമേ ഉള്ളൂ. ഇവിടെ വാസ് എന്നുള്ളത് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കും, വേറെ എന്നുള്ളത് പ്ലൂറലിന് വേണ്ടി ഉപയോഗിക്കും. അർത്ഥം തന്നെയാണ്, ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഇത് അവസ്ഥയെ കാണിക്കാനായിരുന്നു, ഉണ്ടായിരുന്നു എന്നുള്ളത് സാന്നിധ്യം, പ്രസൻസിനെ കാണിക്കും. അത് നമുക്ക് പിന്നീട് കാണാം. നമ്മളിപ്പോ ആയിരുന്നു എന്നുള്ള ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 വാചകങ്ങൾ കാണുകയുണ്ടായി. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. അതിന്റെ ചോദ്യം വാസ് കൊണ്ടൊന്ന് മുമ്പിലിടുക. വാസ് ഐ ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. പിന്നെ അതിന്റെ നെഗറ്റീവ് കണ്ടു, ഐ വാസിന്റ് ഹാപ്പി അല്ലെങ്കിൽ ഐ വാസ് നോട്ട് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നില്ല. ഇനി ഇന്ന് കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഈ വാസിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാൽ മതി. ഇവിടെ വാസ് മുന്നിലിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതുപോലെ വാസിന്റെ എന്നുള്ളത് മുമ്പിലിട്ടാൽ ചോദ്യമാവും. ഇംഗ്ലീഷിൽ അങ്ങനെ ചോദ്യം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. But wasn't I happy? Wasn't I happy? Wasn't I happy? ഞാൻ സന്തോഷവാനായിരുന്നില്ലേ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നില്ലേ. ഓക്കെ, ഐയുടെ പ്രത്യേകതയും നമ്മളിവിടെ കാണുകയുണ്ടായി. ഐ ഇംഗ്ലീഷിൽ ഞാൻ എന്നുള്ള ഐ മിക്കപ്പോഴും പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുക. ഐ ആം ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഇവിടെ നമ്മൾ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത്, പ്ലൂറലായിട്ടല്ല, സിംഗുലർ ആയിട്ടാണ്. ഓക്കെ, wasn't I happy? Wasn't I happy? Wasn't I happy? ഞാൻ സന്തോഷവാനായിരുന്നില്ലേ. wasn't I smart? ഞാൻ സ്മാർട്ട് ആയിരുന്നില്ലേ. wasn't I smart? ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ സ്മാർട്ട് ആയിരുന്നില്ലേ. wasn't I smart when I was in the college? Okay. wasn't I kind? ഞാൻ ദയവുള്ളവനായിരുന്നില്ലേ. wasn't I punctual? ഞാൻ പങ്ക്ച്വൽ ആയിരുന്നില്ലേ. wasn't he happy? അവൻ സന്തോഷവാനായിരുന്നില്ലേ. wasn't he smart? അവൻ സ്മാർട്ട് ആയിരുന്നില്ലേ. wasn't he kind? അവൻ ദയവുള്ളവനായിരുന്നില്ലേ. wasn't he punctual? അവൻ പങ്ക്ച്വൽ ആയിരുന്നില്ലേ. ഷീ വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യും. wasn't she happy? അവൾ സന്തോഷവതിയായിരുന്നില്ലേ, അല്ലെ സന്തോഷമുള്ളവളായിരുന്നില്ലേ, അല്ലെങ്കിൽ അവൾക്ക് സന്തോഷമായിരുന്നില്ലേ. ഒരേ വാചകം തന്നെ നമ്മൾ പല രീതിയിൽ മലയാളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. wasn't she smart? അവൾ സ്മാർട്ട് ആയിരുന്നില്ലേ. wasn't she kind? അവൾ ദയവുള്ളവളായിരുന്നില്ലേ. wasn't she punctual? wasn't she punctual? അവൾ പങ്ക്ച്വൽ ആയിരുന്നില്ലേ. ഇനി രാജു, wasn't രാജു happy? പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല. രാജുവിന് വരെ നമ്മൾ ഹി ഉപയോഗിക്കും. സീത, സ്ത്രീകളാണെങ്കിൽ ഷി ഉപയോഗിക്കും, അങ്ങനെ പറയുള്ളേ. അപ്പൊ അതായിരിക്കും പറയുക നല്ലത്. wasn't രാജു happy? അസുഖമല്ല പറയാം, അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ രാജുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹി എന്നുള്ള ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. wasn't I a teacher? wasn't I a teacher? ഞാനൊരു അധ്യാപകനായിരുന്നില്ലേ. wasn't I a teacher? wasn't I a student? ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നില്ലേ. wasn't I a coach? wasn't I a coach? ഞാനൊരു കോച്ച് ആയിരുന്നില്ലേ. ഹി വെച്ച് പറയാം. wasn't he a teacher? അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നില്ലേ. wasn't he a teacher? wasn't he a teacher? അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നില്ലേ. wasn't he a student? അവനൊരു വിദ്യാർത്ഥിയായിരുന്നില്ലേ. wasn't he a coach? അവനൊരു കോച്ച് ആയിരുന്നില്ലേ. ഷീ വെച്ച് wasn't she, അല്ല എപ്പോഴും അങ്ങനെ പറയുന്നത്. wasn't she a teacher? അവളൊരു അധ്യാപിക ആയിരുന്നില്ലേ. wasn't she a student? അവളൊരു വിദ്യാർത്ഥി ആയിരുന്നില്ലേ. wasn't she a coach? അവളൊരു കോച്ച് ആയിരുന്നില്ലേ. അതുപോലെ നമുക്ക് മറ്റു വാക്കുകളൊക്കെ. wasn't he your friend? wasn't he your friend? അവൻ നിന്റെ ഫ്രണ്ട് ആയിരുന്നില്ലേ. wasn't he your teacher? അദ്ദേഹം നിന്റെ അധ്യാപകനായിരുന്നില്ലേ. wasn't he our teacher? അദ്ദേഹം നമ്മുടെ അധ്യാപകനായിരുന്നില്ലേ. wasn't he our teacher? അദ്ദേഹം നമ്മുടെ അധ്യാപകനായിരുന്നില്ലേ. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ 4 വാചകങ്ങളും കണ്ടു കഴിഞ്ഞു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. ക്വസ്റ്റ്യൻ, വാസ് ഐ ഹാപ്പി? ഞാൻ സന്തോഷവാനായിരുന്നു. നെഗറ്റീവ്, ഐ വാസിന്റ് ഹാപ്പി? ഞാൻ സന്തോഷവാനായിരുന്നില്ല. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇന്ന് കണ്ടത്, wasn't I happy? wasn't I happy? ഞാൻ സന്തോഷവാനായിരുന്നില്ലേ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണത്. ഇത് ഇത്രയുള്ള കാര്യം, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഒരാളെ കൂടി കണ്ടത്
ഒരാൾ മലയാളം പറഞ്ഞു, മറ്റേ ഇംഗ്ലീഷ് പറയുക. ഞാൻ സന്തോഷവാനായിരുന്നില്ലേ, വാസ് ഇൻ ഐ ഹാപ്പി. ഞാൻ സ്മാർട്ട് ആയിരുന്നു, 10 പ്രാവശ്യമെങ്കിലും പറയുന്ന ഒരു വാചകം. ഞാൻ സ്മാർട്ട് ആയിരുന്നില്ലേ, വാസ് ഇൻ ഐ സ്മാർട്ട്, വാസ് ഇൻ ഐ സ്മാർട്ട്. അങ്ങനെ 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞു പഠിക്കുക. പിന്നെ വെർബിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് വെർബ്സ് എങ്കിലും എല്ലാ ദിവസവും പഠിക്കാൻ നോക്ക്. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിൽ 7ാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം.
അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുന്നത്. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിംഗ് ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. bind, bound, bound, find, found, found, grind, ground, ground, wind, wound, wound. അത് ഈ വാക്കുകളിലെ ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇ ഡി എന്നോ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിലേക്ക് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. recognize, recognized, recognized, refuse, refused, refused, regret, regretted, regretted, repair, repaired, repaired, respect, respected, respected, satisfy, satisfied, satisfied, scream, screamed, screamed, share, shared, shared, smoke, smoked, smoked, snore, snored, snored, sin, sinned, sinned, sneeze, sneezed, sneezed, start, started, started, sold, 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 stop, stopped, stopped, suffer, suffered, suffered, suspect, suspected, suspected, talk, talked, talked, tie, tied, tied, thank, thanked, thanked, touch, touched, touched, travel, 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 turn, turned, turned, tremble, 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 use, used, used. ഈ വെർബുകള് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇവ കാണാതെ പഠിക്കുക. അതുപോലെ ചില വെർബുകൾക്കൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലൊക്കെ ചില വെർബുകൾക്ക് ഡബിൾ ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെർബുകള് ഉച്ചാരണവും അർത്ഥമൊക്കെ കാണാതെ പഠിക്കുക. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ. ഓക്കെ.